KCBയിൽ SSO എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. ആ ടാബിൽ വെച്ച് നമുക്ക് ഈസിയും അതുപോലെ തന്നെ SSOയുടെ പാസ്വേഡും യൂസ് ചെയ്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ പരുത്തിപ്പാറ AE കൂടെയുണ്ട്. സാറിൻ്റെ ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ മീറ്റർ ഇൻസ്റ്റാളേഷൻ്റെ ഡെമോ കാണിക്കുന്നത്. SSO ലോഗിൻ കഴിയുമ്പോൾ നമുക്ക് വരുന്നൊരു പേജാണിത്. ഈ ഹോം പേജിൽ മുകളിലായി കാണുന്ന ഡാഷസിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഫീഡർ MI എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നതാണ്. ഫീഡർ MI എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സബ്സ്റ്റേഷൻ്റെ പേരും ഫീഡറിൻ്റെ പേരും സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ കാണാം. അല്ലെങ്കിൽ സബ്സ്റ്റേഷനിൽ ഈ പറയുന്ന എല്ലാ സബ്സ്റ്റേഷൻസും ഓൾറെഡി നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ ഫീഡറും നമുക്ക് ഓൾറെഡി ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്, നമുക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഉള്ളൂർ എന്ന് പറയുന്ന ഫീഡറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം സെർച്ച് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള 4 സെക്ഷനാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഇൻഫർമേഷൻ സെക്ഷനാണ്. നമുക്ക് കാണാം അവിടുത്തെ എല്ലാ ഡീറ്റെയിൽസും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇതിലേക്ക് ക്യാപ്ചർ ആയിട്ടുണ്ട്. ആ ഒരു സെക്ഷനിൽ നമുക്ക് എൻട്രി ഒന്നും വരുന്നില്ല, മൊബൈലിൽ നിന്ന് എൻട്രി ഒന്നും വരുന്നില്ല. അടുത്ത സെക്ഷൻ ജനറൽ ഇൻഫർമേഷൻ ആണ്. ജനറൽ ഇൻഫർമേഷൻ എന്ന സെക്ഷനിൽ മീറ്ററിൻ്റെ ഇൻസ്റ്റാളേഷൻ ഡേറ്റ് ഓൾറെഡി ക്യാപ്ചേർഡ് ആണ്. ഇനി വേണ്ടത് ലൊക്കേഷൻ ആണ്. ഇത് നമ്മൾ ക്യാപ്ചർ ചെയ്യാനായിട്ട് സൈഡിൽ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മൊബൈലിൻ്റെ GPS ഓൺ ആയിരിക്കണം. അപ്പോൾ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ക്യാപ്ചർ ആവുന്നതാണ്. ജനറൽ ഇൻഫർമേഷൻ എന്ന് പറയുന്ന സെക്ഷന് ഈ ഒരു കാര്യം മാത്രമേ നമുക്ക് ക്യാപ്ചർ ചെയ്യാനുള്ളൂ. അടുത്തത് ഓൾഡ് മീറ്റർ ഇൻഫർമേഷൻ ആണ്. ഇപ്പോൾ ഓൾഡ് മീറ്റർ വർക്കിംഗ് ആണോ എന്നുള്ളത്, ഇൻസ്റ്റോൾഡ് ആണോ, മീറ്റർ അവിടെ ഇൻസ്റ്റോൾഡ് ആണോ അല്ലയോ എന്ന് നമുക്കിവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഓൾഡ് മീറ്ററിൻ്റെ സീരിയൽ നമ്പർ നമുക്കവിടെ കാണുന്ന രീതിയിൽ, അതായത് നെയിം പ്ലേറ്റിൽ സീരിയൽ നമ്പർ ഉണ്ടായിരിക്കുന്നതാണ്. ആ സീരിയൽ നമ്പർ ഇവിടെ നമുക്ക് ക്യാപ്ചർ ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ മേക്ക് ഉണ്ടെങ്കിൽ, ആ മീറ്ററിൻ്റെ മേക്ക് ഉണ്ടെങ്കിൽ സെക്യൂറെന്നോ സ്നൈഡറെന്നോ അങ്ങനെയുള്ള മേക്ക് നമുക്കിവിടെ ക്യാപ്ചർ ചെയ്യാം. അതുപോലെ തന്നെ KVH വാല്യൂ, ഓൾഡ് മീറ്ററിൻ്റെ ഫൈനൽ റീഡിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. ഫൈനൽ റീഡിങ്സ് നമുക്കിവിടെ ക്യാപ്ചർ ചെയ്യാം, KVH, KWH. അതുപോലെ തന്നെ ഓൾഡ് മീറ്ററിൻ്റെ CT ഇൻസ്റ്റാൾഡ് ആണോ എന്നുള്ളതാണ്. അതിൻ്റെ കണ്ടീഷൻ വർക്കിംഗ് ആണോ, ഇതെല്ലാം കണ്ടീഷനാണ്. ഇത് വർക്കിംഗ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഓൾഡ് CT/PT റേഷ്യോസ് സെലക്ട് ചെയ്യാൻ പറ്റൂ. CT/PT റേഷ്യോസ് ഡ്രോപ്പ് ഡൗൺ ആയിട്ട് നമ്മൾ നൽകിയിട്ടുണ്ട്, അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പറയുന്ന ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ അല്ലാതെ എന്തെങ്കിലും CT റേഷ്യോ ഉണ്ടെങ്കിൽ നമുക്ക് SMOC ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ മെയിൽ IDs നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന നിലയിൽ. നമ്മളിപ്പോൾ കണ്ടുവരുന്ന എല്ലാ ജനറലായിട്ടുള്ള സിസ്റ്റത്തിലുള്ള എല്ലാ ജനറലായിട്ടുള്ള CT റേഷ്യോസ് നമ്മളിവിടെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ചില കേസുകളിൽ ബാർ 1 എക്സ്റ്റേണൽ CT വരുന്ന സ്ഥലങ്ങളിൽ ബാർ 1 CT കണ്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ ഫേസിൽ, ഫസ്റ്റ് ഫേസ് 1000 മീറ്റർ ഇൻസ്റ്റാൾ ചെയ്തപ്പോഴത്തേക്ക്. അങ്ങനെ സ്പെഷ്യൽ കേസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ അറിയിച്ചാൽ നമ്മൾ ആ ഒരു ഓപ്ഷൻ ആഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഓൾഡ് മീറ്റർ എക്സ്റ്റേണൽ PT റേഷ്യോയും നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അത് 11 kV ആണെങ്കിലും 22 kV ആണെങ്കിലും ഈ 2 ഓപ്ഷനാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഇത് രണ്ടും നമ്മളിപ്പോൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഓൾഡ് മീറ്ററിൻ്റെ ഇമേജ് എടുക്കാനുണ്ട്. ഓൾഡ് മീറ്ററിൻ്റെ ഇമേജ് എടുക്കാനായിട്ട് നമുക്ക് ടേക്ക് ഫോട്ടോ എന്നുള്ള ഓപ്ഷനിൽ മൊബൈലിൽ നിന്ന് തന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. നെയിം പ്ലേറ്റും സീരിയൽ നമ്പറും വ്യക്തമായിട്ട് കാണുന്ന രീതിയിൽ വേണം ഫോട്ടോ എടുക്കാൻ. അതുപോലെ തന്നെ ആ റീഡിങ്, നമ്മളിപ്പോൾ KWH വാല്യൂ ഏതാണോ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് ആ റീഡിങ് വ്യക്തമായി അപ്രൂവൽ സ്റ്റേജിൽ കാണാൻ പറ്റുന്ന രീതിയിൽ ക്യാപ്ചർ ചെയ്യേണ്ടതാണ്. ഇതോടുകൂടി ഓൾഡ് മീറ്ററിൻ്റെ ഡേറ്റ എൻട്രി കഴിയുന്നു. ഇനി നമ്മൾ ന്യൂ മീറ്റർ ഇൻഫർമേഷനിലേക്ക് പോവുകയാണ്. ന്യൂ മീറ്റർ ഇൻഫർമേഷനിലും സീരിയൽ നമ്പർ മാനുവലായിട്ട് എൻട്രി ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളെ ഒഴിവാക്കാനായിട്ട് നമ്മൾ QR കോഡ് കൊടുത്തിട്ടുണ്ട്. എല്ലാ മീറ്ററിൻ്റെയും നെയിം പ്ലേറ്റിൽ ഒരു QR കോഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സീരിയൽ നമ്പർ ഇവിടെ ക്യാപ്ചർ ആയി വരും. എന്നിട്ട് അതിൻ്റെ വലത് സൈഡിൽ കാണുന്ന സെർച്ച് എന്ന് പറയുന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഫാക്ടറിയിൽ നിന്ന് കോൺഫിഗർ വന്നിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, മീറ്ററിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാപ്ചർ ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് എൻട്രി ചെയ്യേണ്ടി വരുന്നില്ല, അതെല്ലാം ക്യാപ്ചേർഡ് ആയിട്ടാണ് വരുന്നത്. മീറ്റർ മേക്കും അതിൻ്റെ വോൾട്ടേജ് റേഞ്ചും എല്ലാം.
ഇനി അടുത്തതായി വരുന്നത് ആ മീറ്ററിൻ്റെ ഫോട്ടോഗ്രാഫ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു ഫോട്ടോഗ്രാഫ് നെയിം പ്ലേറ്റ് വളരെ ക്ലിയർ ആയിട്ട് വരുന്ന രീതിയിൽ എടുക്കേണ്ടതാണ്. കാരണം അപ്രൂവ് ചെയ്യുന്നത് ഈ ഒരു സീരിയൽ നമ്പർ നോക്കിയിട്ടാണ്. അതുപോലെ തന്നെ ഇനീഷ്യൽ റീഡിങ് 0 ആണെങ്കിൽ അത് നമ്മൾ ഇവിടെ കൃത്യമായി ക്യാപ്ചർ ചെയ്യണം. നമുക്ക് താഴോട്ട് വരുമ്പോൾ കാണാം ഇനീഷ്യൽ റീഡിങ്സ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് 0 എടുത്തിട്ടുണ്ട്. ഫാക്ടറിയിൽ നിന്ന് വരുന്ന മീറ്റേഴ്സ് ആയതുകൊണ്ട് 0 എടുത്തിട്ടുണ്ട്. ഇൻ കേസ് അതിൽ ഇനീഷ്യൽ റീഡിങ് എന്തെങ്കിലും ചെറിയ വാല്യൂസ് നമ്മുടെ എന്തെങ്കിലും സാമ്പിൾ ടെസ്റ്റിങ്ങിനോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. എഡിറ്റബിൾ ഫീൽഡ്സ് ആണ്. ബൈ ഡീഫോൾട്ട് നമ്മൾ 0 ആണ് ക്യാപ്ചർ ചെയ്യുന്നത്, ഇതൊരു പുതിയ മീറ്റർ ആയതുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ ന്യൂ CTPT റേഷ്യോസ് നമുക്ക് കൊടുക്കാം. അപ്പോൾ എക്സിസ്റ്റിംഗ് CTPT റേഷ്യോ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓൾഡ് CTPT റേഷ്യോ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ക്യാപ്ചർ ചെയ്ത് വരും. ഇൻ കേസ് നമ്മളിപ്പോൾ CT മാറ്റി വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ കൂടെ നടക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ CTയും PTയും റേഷ്യോയും സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ എക്സ്റ്റേണൽ CTയുടെയും അതേപോലെ തന്നെ നമ്മുടെ മീറ്റർ CTPT റേഷ്യോ വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ അവിടെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വരും. അതും നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ആ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ വെച്ചിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാളേഷൻ്റെ CTPT റേഷ്യോ ഇൻഫോർമേഷൻ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ, അപ്പോൾ സബ്മിറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കൂടെ കാണിച്ചിട്ട് നമുക്ക് പാരാമീറ്ററിനെ കുറിച്ചൊന്ന് പറയാം. അപ്പോൾ ഇതിലിപ്പോൾ സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി ഈ ഒരു മീറ്റർ ഇൻസ്റ്റാളേഷൻ ഡേറ്റ എൻട്രി ഫോം നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ഡേറ്റ നമ്മുടെ AEയുടെ വെബ് ആപ്ലിക്കേഷനിലേക്ക് പോസ്റ്റ് ചെയ്യും. അടുത്തതായി AE ഇത് അപ്രൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് മേജറായിട്ട് നോക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ മീറ്റർ ഇൻസ്റ്റാളേഷൻ ഡേറ്റ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് നിങ്ങൾക്ക് കാണാം. ഈ ഒരു മെസ്സേജ് വരുന്നതോടെ നിങ്ങൾക്ക് ഉറപ്പിക്കാം നമ്മുടെ ഡേറ്റ AEയുടെ കയ്യിലേക്ക് അപ്രൂവലിനായിട്ട് സബ്മിറ്റ് ആയി എന്നുള്ളത്. അപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഒരു ഫീഡർ മീറ്റർ ഇൻസ്റ്റാളേഷൻ വെച്ച് നോക്കുമ്പോൾ ഇത്ര മാത്രമേ സ്റ്റെപ്സ് ഉള്ളൂ. വളരെ പരിമിതമായ